ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് വേണ്ടി ചില പദ്ധതികൾ പ്രഖ്യാപിക്കാറുള്ളത് പതിവാണ്. അങ്ങനെ 2008, 2009 പ്രഖ്യാപിച്ച ഒരു വലിയ പദ്ധതിയായിരുന്നു കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടായിരുന്നു പദ്ധതി നടപ്പിലാക്കാൻ അന്നത്തെ UPA സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചത്. 2012 ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ ഉദ്ഘാടനവും നടത്തി. 228 ഏക്കർ ഭൂമിയാണ് കോച്ച് ഫാക്ടറിക്കായി കണ്ടെത്തിയത്. ഏകദേശം 1210 കോടി രൂപയാണ് ചിലവ് വരുന്നത്. പ്രത്യക്ഷമായും പരോക്ഷമായും 2000 പേർക്ക് ജോലിയും ഉറപ്പാക്കിയിരുന്നു. പക്ഷേ വർഷങ്ങൾ പലത് കഴിഞ്ഞു. 2026 ആയപ്പോഴേക്കും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ആ പദ്ധതി വേണ്ടെന്ന് വച്ചിരിക്കുന്നു. അതായത് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഇനി ആവശ്യമില്ല. ആവശ്യമുള്ള കോച്ചുകൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിർമ്മിക്കുന്നുണ്ട്, അത് മതിയാവും. ഇനി റെയിൽവേക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമി വിനിയോഗിക്കാമെന്ന്. പലപ്പോഴും ഇത്തരത്തിലുള്ള വൻകിട പ്രഖ്യാപനങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പ്രഖ്യാപിക്കുന്നത് പതിവാണ്. ഉദാഹരണത്തിന് അവസാനം വന്നു നിൽക്കുന്നു എയിംസ്. ഇതിനെല്ലാം ഉപരിയായി കേരളത്തിൻ്റെ മറ്റ് 2 റെയിൽ പദ്ധതികൾ കൂടി വേണ്ടെന്ന് വെച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. സിൽവർ ലൈൻ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ വേണ്ടെന്ന് വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആ പദ്ധതി തന്നെ ഉപേക്ഷിച്ചതായി പറയുന്നു. അതിനെല്ലാം ഉപരിയായി ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വളരെ ആഘോഷത്തോടുകൂടി പറഞ്ഞൊരു പദ്ധതിയായിരുന്നു മറ്റൊരു റെയിൽ പദ്ധതി, അതിവേഗ റെയിൽ കോറിഡോർ. ഈ ശ്രീധരനാണ് അതിൻ്റെ പദ്ധതി രേഖകൾ തയ്യാറാക്കിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ പദ്ധതി കൊണ്ട് ഒരു ലാഭവും സർക്കാരിനുണ്ടാകില്ല എന്ന് കണ്ടെത്തി. അതിൻ്റെ പേരിൽ കേന്ദ്രവും ആ പദ്ധതി വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട 3 പദ്ധതികൾ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അത് വേണ്ടെന്ന് വെച്ചതായി കേന്ദ്ര റെയിൽ മന്ത്രി അശ്വനി വൈഷ്ണവ് തന്നെ അറിയിച്ചിരിക്കുന്നു. ഈ പദ്ധതികൾക്ക് പിന്നിലെ രാഷ്ട്രീയം എന്തിന് എന്നൊരു ചോദ്യം എപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരുപാട് പദ്ധതികൾ പറയാറുണ്ട്, പ്രഖ്യാപിക്കാറുണ്ട്, തറക്കല്ലുകൾ ഇടാറുമുണ്ട്. ഇപ്പോൾ ആകെ നടക്കുന്നത് കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ എന്ന് പറയുന്നത് ചില റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനമാണ്. പലതും പകുതി വഴിയിൽ, ചിലത് ശരവേഗത്തിൽ എന്നൊക്കെ കേന്ദ്രമന്ത്രിമാർ തന്നെ പറയുന്നുണ്ട്. എങ്കിലും കേരളത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി. അതിൻ്റെ പേരിൽ അന്ന് കോൺഗ്രസ് വോട്ട് തേടി. പാലക്കാട് ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെല്ലായിടത്തും അത് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രചരണ ആയുധം തന്നെയായിരുന്നു. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുമെന്ന് സ്വപ്നങ്ങൾ വരെ നൽകി. പക്ഷേ എല്ലാം ഇതിപ്പോൾ അവസാനിച്ചിരിക്കുന്നു. കാരണം ദീർഘവീക്ഷണമില്ലാതെ ഇത്തരത്തിൽ ഓരോ പദ്ധതികൾ തുടങ്ങാൻ തീരുമാനിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളാക്കി മാറ്റുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2008 ഭൂമി ഏറ്റെടുക്കുന്നു. 228 ഏക്കർ ഭൂമി അതും കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനായി ഏകദേശം നല്ലൊരു തുക തന്നെ ചിലവിടുകയും ചെയ്യുന്നു. അന്നത്തെ കോൺഗ്രസ് സർക്കാർ അത് 2012 അതിൻ്റെ പ്രാരംഭഘട്ട നടപടി എന്ന നിലയ്ക്ക് കോച്ച് ഫാക്ടറിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നിർമ്മാണ ഉദ്ഘാടനത്തിനും തുടക്കമാണ്. എന്നാൽ പിന്നീട് ഒന്നും നടന്നില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ചില പദ്ധതികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് മുളച്ചു വരികയും പിന്നീട് അത് ഇല്ലാതാവുകയും ചെയ്യുന്ന പതിവ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഏതിൻ്റെ കാര്യത്തിൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിവേഗ റെയിൽ കോറിഡോറിൻ്റെ കാര്യത്തിൽ തന്നെ അത് വ്യക്തമായി പറയാം. സിൽവർ ലൈൻ ഉപേക്ഷിക്കുമ്പോൾ അതിന് തത്തുല്യമായ തരത്തിൽ അതിവേഗ റെയിൽ പദ്ധതി ഉണ്ടാകും എന്ന് സംസ്ഥാന സർക്കാർ തന്നെയാണ് പ്രഖ്യാപിച്ചത്. അതിനായി മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരനെ ചുമതലപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതിയെയും ചുമതലപ്പെടുത്തി. വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ അനുസരിച്ച് പുതിയ ഒരു റെയിൽ പദ്ധതി വരികയാണെങ്കിൽ അത് യാത്രാ സംവിധാനങ്ങൾക്ക് മാത്രമാണെങ്കിൽ വലിയ തരത്തിൽ നഷ്ടമുണ്ടാകും. പകരം ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ചരക്ക് നീക്കത്തിന് കൂടി അത് ഉപയോഗപ്രദമാകണം. അങ്ങനെ ഒരു പദ്ധതി കൂടി വന്നാൽ മാത്രമേ ലാഭകരമാവുകയുള്ളൂ.
കാരണം ഈ ദൂരം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഓടുന്ന ദൂരം, ആ ദൂരത്ത് ചിലവാകുന്ന പൈസ, നിർമ്മാണത്തിന് വേണ്ടി ചിലവാകുന്ന പൈസ അത് എങ്ങനെ കണ്ടെത്തും? അതിനുവേണ്ടിയുള്ള കൺസോർഷ്യങ്ങൾ, അത് ആ പൈസ സ്വരൂപിക്കുന്നത് കേരളത്തിലെ ജനങ്ങളിൽ സ്വരൂപിക്കാനുള്ള നീക്കങ്ങൾ, അങ്ങനെ ഒരിക്കൽ പോലും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ചില ബുദ്ധികളും അതിനും അപ്പുറത്തേക്ക് ചില തന്ത്രങ്ങളുമൊക്കെ മെനഞ്ഞ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം കാണുന്ന ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് തന്നെ പറയേണ്ടി വരും. ജനങ്ങൾക്ക് മോഹങ്ങളാണ് ഇത്തരം പദ്ധതികളിലൂടെ നൽകുന്നത്. പ്രത്യേകിച്ചും കഞ്ചിക്കോട് ഫാക്ടറിയുടെ പേരിൽ ആ നാട്ടിൽ ഒരുപാട് യുവാക്കൾ, ചെറുപ്പക്കാരൊക്കെ സ്വപ്നം കണ്ടു ഒരു ഉദ്യോഗസ്ഥനാകും, അവിടുത്തെ ജോലിക്കാരനായി മാറുമെന്ന്. പക്ഷേ അതൊന്നുമല്ലാതെ ആ ഭൂമി ഇപ്പോൾ തരിശായി കിടക്കും. ഇനി എന്നോ എപ്പോഴോ വരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ റെയിൽവേയുടെ ഒരു വികസന പ്രവർത്തനത്തിനായി ഈ ഭൂമി ഉപയോഗിക്കും എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം ആ ഭൂമി അവിടെ അന്യാധീനപ്പെട്ടു പോകും. തിരഞ്ഞെടുപ്പ് വേളകളിൽ ഇത്തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുക, അതുമായി ബന്ധപ്പെട്ട് തറക്കല്ലുകൾ ഇടുക, എന്നിട്ട് പിന്മാറുക, ഇത് കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാം. നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതിയുടെ പേരിൽ നിർമ്മാണ ഉദ്ഘാടനങ്ങളും അതിനുശേഷം തറക്കല്ലുകൾ ഇങ്ങനെ കിടക്കുന്നതുമൊക്കെ എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്ന ചില കാഴ്ചകളായി മാറിക്കൊണ്ടേ ഇരിക്കുന്നു. ഇനിയെങ്കിലും സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഒരു കാര്യം ഉറപ്പാക്കണം: ചെയ്യാൻ കഴിയുന്ന പദ്ധതികളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിനെക്കുറിച്ച് മാത്രം സ്വപ്നങ്ങൾ നൽകുക, അതിനെക്കുറിച്ച് വാചാലമായി വോട്ട് തേടുന്നതിൽ നിന്നും പിന്മാറുക.